പെങ്ങൾ മരിച്ചാലും വേണ്ടില്ല നാത്തൂൻ്റെ കണ്ണുനീര് കാണണം. സാഡിസ്റ്റിക് എൻവി ഒരു യാഥാർത്ഥ്യമാണ്. കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റില്ല. നയപരമായി അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ട്രേസിമോൾ മത്തായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഫ്രം മൈൻഡ് ബ്യൂട്ടി, ലെറ്റ് അവർ മൈൻഡ് ഷൈൻ. ചിലർ സ്നേഹപൂർവ്വം കൂടെ നിന്ന് വളർച്ചയെ തടയാം. എന്തെങ്കിലും സന്തോഷം പങ്കുവെക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ കാണിച്ച് കുറ്റപ്പെടുത്തി അസ്വസ്ഥതയും കൺഫ്യൂഷനും ഉണ്ടാക്കുന്ന ഒരു രീതി ചെയ്യുന്നതിൽ എക്സ്പേർട്ടാണ് മറ്റു ചിലർ. ഈ പ്രയാസങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ എന്നുള്ളതാണ്. പറന്നുയരാതിരിക്കാൻ പ്രാവിൻ്റെ ചിറക് റബ്ബർ ബാൻഡ് ഇട്ട് വിടുന്നത് പോലെയുള്ള അവസ്ഥ കുറേ പേർ അനുഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. കുടിയന്മാർ കുടിക്കുന്നത് പോലെ ദുഃഖം കൊണ്ട് കുടിച്ചു പോയതാണ്. സന്തോഷം വന്നാൽ കുടിക്കാതിരിക്കാൻ പറ്റുമോ? ബോറടിച്ചാൽ എങ്ങനെ കുടിക്കാതിരിക്കും? കൂട്ടുകാർ നിർബന്ധിച്ചാൽ കുടിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറയുന്നത് പോലെ പീഡിപ്പിക്കാനായിട്ട് ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്നു. അവിടെ വിഷയമല്ല അല്ലെങ്കിൽ വസ്തുതയല്ല പ്രശ്നം, ആളാണ്. അതായത് ഇത് സുഖക്കേട് വേറെയാണ് എന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, വൈകി വന്നതിനെ കുറ്റം പറയുന്നു. ഇത്രയും വൈകി വന്നത് എന്താണ്, ഇത് ശരിയായില്ല എന്ന് പറയുന്നു. പിറ്റേ ദിവസം നേരത്തെ ചെല്ലുന്നു. അപ്പോൾ പറയുന്നു, നേരത്തെ അങ്ങോട്ട് കെട്ടെഴുന്നള്ളി വന്നോളും, വേറെ ജോലിയും കൂലിയും ഒന്നുമില്ലേ. അടുത്ത ദിവസം സമയത്തിന് ചെല്ലുന്നു. പിന്നെ VIP അല്ലേ, ആ ടൈമിൽ ഇങ്ങോട്ട് വരാനായിട്ട്. ഇവിടെ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആര് ചെയ്തു തരുമെന്നാണ് വിചാരിക്കുന്നത്? അടുത്ത ദിവസം മനസ്സും അടുത്തിട്ടൊരു ബ്രേക്ക് എടുക്കുന്നു. ഒരു ഉത്തരവാദിത്വവും കാര്യങ്ങളും ആവശ്യമൊന്നുമില്ലല്ലോ, ഞാനിവിടെ ഒരാൾ കിടന്ന് വിഷമിക്കാനായിട്ട്. അതിൻ്റെ അടുത്ത ദിവസം നിവൃത്തിയില്ലാതെ വിഷമം റിയാക്ട് ചെയ്ത് പറഞ്ഞു പോകുന്നു, ഞാനൊരാൾ ഇവിടെ കിടന്ന് വിഷമിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, കുറ്റം മാത്രം എനിക്ക്. ഇതുപോലുള്ള കമ്മ്യൂണിക്കേഷൻ ഓരോരോ കാര്യങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇതിൽ ടാർഗറ്റ് നിങ്ങളാണ്, വിഷയമല്ല, കാര്യമല്ല എന്നുള്ളത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വൈകാരികമായി പ്രതികരിച്ചത് കൊണ്ടോ വിഷമം പറഞ്ഞതുകൊണ്ടോ പരാതി പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യമില്ലെന്നറിയുക. അത് നയപരമായി കൈകാര്യം ചെയ്യാൻ പഠിച്ചെടുക്കുക. പറ്റുന്നില്ലെങ്കിൽ എക്സ്പേർട്ട് ഒപ്പീനിയനും അഡ്വൈസും ഹെൽപ്പും എടുക്കുക തന്നെ ചെയ്യുക. ഞാനൊരു സ്ഥലത്ത് ലോക്കായി പോയി, എനിക്ക് രക്ഷയൊന്നുമില്ല എന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള അവകാശമുണ്ട്, അവസരമുണ്ട്. അത് ഉപയോഗിച്ച് സ്വാതന്ത്ര്യത്തോടും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി ജീവിക്കുക. എന്തെന്നാൽ ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. മൈൻഡ് ബ്യൂട്ടി ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.